ഒരു ട്രെയിൻ ട്രാക്ക് തെറ്റിയതുപോലെയല്ല. വമ്പിച്ച ദുരന്തം ഈ പ്രപഞ്ചത്തിന്റെ തകർച്ച തന്നെ ഉണ്ടാകും. ഇതൊന്നുമില്ലാതെ ഓരോന്നിനെയും യഥാവിധി നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന തൂണുകളില്ലാതെ തന്നെ നിലനിർത്തുന്നത് അത്ഭുതകരമായ ഒരു സംവിധാനമല്ലേ? മനുഷ്യൻ ആലോചിക്കാൻ വേണ്ടി അല്ലാഹു പറയുകയാണ്. ആ തൂണാണ് ഈ ആകർഷണ ബലം എന്ന് വിശദീകരിച്ചവരുണ്ട്. അതെങ്ങനെയാണ്? നമ്മളൊരു തുന്നാനുപയോഗിക്കുന്ന സൂചി മേശപ്പുറത്ത് വെക്കുക, എന്നിട്ട് ചെറിയ ഒരു കാന്തമെടുത്ത് അതിന്റെ മേലെ ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ ആ സൂചി എഴുന്നു നിൽക്കും, ഇങ്ങനെ കുത്തനെ നിൽക്കും. അപ്പൊ നോക്കിയാൽ നമുക്കവിടെ ആ സൂചിയെ കുത്തനെ നിർത്തിയ ഒരു തൂണൊന്നും കാണൂല. പിന്നെ ആരാ അതിനെ നിർത്തിയത്? ഈ ആകർഷണ ബലമാണ്, ഈ കാന്തത്തിന്റെ ബലമാണ്. അത് വിട്ടാലോ സൂചി താഴെ വീഴും, അടുപ്പിച്ചാൽ സൂചിയും കാന്തവും കൂട്ടിമുട്ടും. ഇതുപോലെയാണ് ഓരോ ഗോളങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷിക്കാനുള്ള പ്രത്യേക കരുത്തുണ്ട്. ഭൂമിയിൽ നിന്ന് മേലോട്ടൊരു കല്ല് നമ്മൾ എറിഞ്ഞാൽ അത് താഴോട്ട് തന്നെ വരുന്നത് മേലെ ഒഴിവില്ലാത്തത് കൊണ്ടല്ല, പിന്നെയോ ഭൂമിയുടെ ആകർഷണ ബലത്തിന് വിധേയമായിട്ടാണ്. ഇതുപോലെ എല്ലാ ഗോളങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷിക്കുന്ന ഒരു ബാലൻസ്, അതിലാണ് ഓരോ ഗോളത്തെയും അല്ലാഹു നിലനിർത്തിയത്. അതാണ് ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൂനഹാ. കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത തൂണുകളിൽ ഗോളങ്ങളെ നിലനിർത്തി ഭൂമി ഉൾപ്പെടെയുള്ള എല്ലാ ഗോളങ്ങളെയും അല്ലാഹു നിലനിർത്തിയിരിക്കുകയാണ്. എന്നിട്ടും ഭൂമിയെ സംബന്ധിച്ച് അല്ലാഹു ഒന്ന് പ്രത്യേകം പറയുന്നു. ഇതിന്റെ പുറമെ ഭൂമി എന്ന് പറയുന്നത് ഏകദേശം 70% ജലമാണ്, വെള്ളമാണ് ഭൂമി. അതിൽ 1/3 മാത്രമേ കരയുള്ളൂ. വെള്ളത്തിലുള്ള ഈ വെള്ളം കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഭൂരിഭാഗവും വെള്ളമായ ഈ ഗോളം അത് എത്രയും പെട്ടെന്ന് ആടിയുലഞ്ഞ് അതാകെ തകിടം മറയാനുള്ള സാധ്യതയുണ്ട്. അതിനെ ഉറപ്പിച്ചു നിർത്തണം. അതിനുള്ള സംവിധാനമായി അല്ലാഹു പഠിപ്പിക്കുന്നു. വൽഖാഫിൽ അർളി റവാസിയ അൻ തമീദ ബികും. ഭൂമി നിങ്ങളെയുമായി ആടി ഉലയാതിരിക്കാൻ, അത് തകർന്നു പോകാതിരിക്കാൻ അവിടെ വലിയ പർവ്വതങ്ങളെ അല്ലാഹു സ്ഥാപിച്ചിരിക്കുന്നു. എന്തൊരത്ഭുതമാണ്! നമുക്ക് ജീവിക്കാനുള്ള സജ്ജീകരണത്തിന് വേണ്ടി സർവശക്തനായ അല്ലാഹു ഭൂമിയിൽ ചെയ്തു വച്ചിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു പ്രദേശത്ത് കടല്, ആ കടലിന്റെ നേരെ എതിർഭാഗത്തേക്ക് നമ്മൾ കണ്ണുവായിച്ചാൽ കുന്നുകളിങ്ങനെ മേലോട്ട് ഉയരം കൂടി പോകുന്നത് നമ്മൾ കാണുകയാണ്. എന്തിനാണ് ആ സംവിധാനം നിങ്ങൾക്കറിയുമോ? ഒരു കടലിന് എത്ര ആഴമുണ്ടോ അതിനനുസരിച്ച് ആ ഭാഗത്ത് ഭാരം വർദ്ധിക്കും. എന്നാൽ ആ ഭാഗത്തേക്ക് ഭൂമി താളം തെറ്റി മറിയാതിരിക്കണമെങ്കിൽ എതിർ ദിശയിൽ അതിന് തുല്യമായ ഭാരം വെച്ചു കൊടുക്കണം. അതാണ് ഈ കടലിന്റെ നേരെ എതിർദിശയിൽ വലിയ പർവ്വതങ്ങളെ സ്ഥാപിച്ചത് ഭൂമിയുടെ ബാലൻസിന് വേണ്ടിയാണ്. അതാണ് അല്ലാഹു പറഞ്ഞത്, ഈ പർവ്വതങ്ങളെ സ്ഥാപിച്ചു അൻ തമീദബിക്കും. അത് നിങ്ങളെയുമായി ആടി ഉലയാതിരിക്കാൻ വേണ്ടി ഭൂമിയുടെ ആണിക്കല്ലുകളാണ് മല. വൽ ജിബാല ഔതാദാ. അല്ലാഹു മറ്റൊരിടത്ത് പറഞ്ഞു, ഈ കുന്നുകളെ നിങ്ങളുടെ ഭൂമിയുടെ ആണിക്കല്ലായി അല്ലാഹു സ്ഥാപിച്ചു. അനിയന്ത്രിതമായി ക്രഷറുകൾ ഉണ്ടാക്കി ഭൂമിയിലെ ഓരോ പാറയും ഖനനം ചെയ്ത് പൊടിച്ചെടുത്ത് നമ്മൾ കൊണ്ടുപോയാൽ ഒരു പ്രദേശത്തിന്റെ ആണിക്കല്ല് പറിച്ചെടുക്കലാണ്. ആ പ്രദേശത്ത് ഭൂമിക്കുലത്തിന് അത് ആക്കം കൂട്ടുകയും ആ പ്രദേശത്തിന്റെ തകർച്ചയ്ക്കും അവിടുത്തെ നാശത്തിനും അത് ഹേതുകമാകുകയും ചെയ്യും. അല്ലാഹു പ്രകൃതിപരമായി വെച്ച സംവിധാനങ്ങളെ അമിതമായി ചൂഷണം ചെയ്യുമ്പോൾ അതിന്റെ ദുരന്തം മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുമെന്നും ഖുർആൻ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ലാ തത്ഗൗ ഫിൽ മീസാൻ. അല്ലാഹു സംവിധാനിച്ച ഒരു സന്തുലിതാവസ്ഥയുണ്ട്. ആ സന്തുലിതാവസ്ഥക്കെതിരെ നിങ്ങൾ അതിക്രമം കാണിക്കരുത് എന്ന താക്കീതും അവൻ തരുന്നുണ്ട്. ഇങ്ങനെ അത്ഭുതകരമായ ഘടനയോടെ നാം താമസിക്കുന്ന ഭൂമിയെ അല്ലാഹു സംവിധാനിച്ചു. ഞാൻ വിശദീകരിക്കുന്നില്ല. പിന്നീട് അല്ലാഹു പറഞ്ഞു, വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബ്ബ. എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയ ഈ ഭൂമിയിൽ അല്ലാഹു എല്ലാ വിഭാഗത്തിലും പെട്ട ജീവജാലങ്ങളെ വിന്യസിച്ചു. ഒരു ജീവി മറ്റൊന്നിൽ നിന്ന് തരംതിരിഞ്ഞുണ്ടായതൊന്നുമല്ല. ഓരോന്നിനെയും അല്ലാഹു ഈ ഭൂമിയിൽ വിന്യസിച്ചതാണ്. എന്തിനു വേണ്ടി? അവയുടെ മുഴുവൻ സാന്നിധ്യവും ഈ പ്രകൃതിയുടെ നിലനിൽപ്പിനാവശ്യമായതാണ്. ഒരു ജീവിയും കുറ്റിയേറ്റുപോകാൻ പാടില്ല.
ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചുകൊണ്ട് നിലനിൽക്കും വിധത്തിലാണ് അള്ളാഹുവിന്റെ സംവിധാനം. അതിന്റെ ഗുണമെന്താണ്, നേട്ടമെന്താണെന്നൊരു പക്ഷേ നമുക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. മനുഷ്യരിൽ നിന്ന് തന്നെ അള്ളാഹു പല ഇനത്തിലുള്ള മനുഷ്യരെ സ്ഥാപിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും പ്രകൃതി ഒരുപോലെയല്ല, എല്ലാവരുടെയും അഭിരുചി ഒന്നല്ല, എല്ലാവരുടെയും നിറം ഒന്നല്ല, എല്ലാവരുടെയും ഭാഷ ഒന്നല്ല. ഈ വൈവിധ്യം ഭൂമിയിൽ അല്ലാഹു നിലനിർത്തിയത് മനുഷ്യന്റെ പുരോഗതിക്കു വേണ്ടിയാണ്. ഇതുപോലെ ജീവജാലങ്ങൾ പലതും പലതരത്തിലാണ്. ഭൂമിയിലെ തന്നെ പല ഭാഗത്തു താമസിക്കുന്നതിന്റെ പ്രകൃതി വ്യത്യാസമുണ്ട്. ധ്രുവപ്രദേശം എപ്പോഴും തണുപ്പനുഭവപ്പെടുന്ന പ്രദേശങ്ങൾ, അവിടെ ജീവിക്കുന്ന ചില കരടികളെ സംബന്ധിച്ചു പഠിച്ചിട്ടുണ്ട് നമ്മൾ. ആ കരടികൾക്ക് ശക്തമായ മഞ്ഞ് പെയ്യുമ്പോൾ പോലും അത് തണുപ്പില്ലാതെ ജീവിക്കാൻ പറ്റിയ നല്ല രോമങ്ങളുടെ ആവരണം അല്ലാഹു കൊടുത്തിട്ടുണ്ട്. കാക്ക, കടലിൽ ജീവിക്കുന്ന കടൽ കാക്ക, അവർക്ക് കടലിലൂടെ ഒഴുകി നടക്കാൻ പറ്റിയ സംവിധാനം അതിന്റെ കാലിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഏത് ഭൂപ്രദേശത്ത് താമസിക്കുന്ന ജീവികൾക്കും ആ ഭൂമിയോട് ഇണങ്ങും വിധമുള്ള പ്രകൃതി നൽകി അവിടെ അല്ലാഹു ജീവജാലങ്ങളെ ഇതാ വിന്യസിച്ചിരിക്കുകയാണ്. അത് മുഴുവനും മനുഷ്യരാകുന്ന നമുക്ക് വേണ്ടി അല്ലാഹു സംവിധാനിച്ചതാണ്. ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, മനുഷ്യരെ ഭൂമിയിലുള്ള എല്ലാം നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു സംവിധാനിച്ചിട്ടുള്ളതാണ്. നന്ദിബോധമുണ്ടാകാൻ അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള ബോധമാണ് ആദ്യം നമ്മളെ മനസ്സിലുണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന് നന്ദി ചെയ്യാനുള്ള ബോധം നൽകി എന്ന് പറയുന്നതിന്റെ തൊട്ട് മുമ്പായി അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങളെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ ഭൂമിയിലുള്ള എല്ലാം അല്ലാഹു നമുക്ക് വേണ്ടി സംവിധാനിച്ചതാണ്. സർവ്വജീവികളും നമുക്ക് വേണ്ടിയാണ്. അതിന്റെ ഗുണമെന്താണ് എന്ന് ചിലത് നമുക്കറിയാം, ചിലത് നമുക്ക് അറിഞ്ഞൂടാ. ഈ അടുത്ത് പത്രത്തിൽ കണ്ടു, 3 ചെറുപ്പക്കാരെ പിടിച്ചു. അവരിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വില വരുന്ന പാമ്പിൻ വിഷം പിടികൂടി എന്നാ പറഞ്ഞു. അപ്പോഴാ നമുക്ക് മനസ്സിലായി പാമ്പ് നമുക്ക് ഗുണമുള്ള സാധനമാണ്. കോടിക്കണക്കിന് ഉറുപ്പ്യ അതിന്റെ ഈ വിഷത്തിനുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് ചില്ലറ സാധനമാണോ? നമുക്ക് ഉപകാരമുള്ളതല്ലേ? പലപ്പോഴും നമ്മളതാ കണ്ടാൽ എറിഞ്ഞു ഓടിക്കുന്ന അള്ളാന്റെ റസൂല് തന്നെ ഹറമിന്റെ അകത്തും പുറത്തും ശല്യം ചെയ്താൽ കൊന്നുകളയാൻ അനുമതി തന്നിട്ടുള്ള ഒരു ജീവിയാണല്ലോ കാക്ക. ആ കാക്കയിലൂടെ മാത്രം എന്തെല്ലാം അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് തരുന്നുണ്ട്. കൊല്ലുക എന്ന് പറഞ്ഞത് അതൊരു നിരന്തരം സുന്നത്തായ ഒരു സംഗതിയൊന്നുമില്ല. കാക്കനെ കണ്ടാ കൊന്നോളം എന്നൊന്നുമില്ല. ശല്യപ്പെടുത്തുന്ന സമയത്ത് കൊല്ലാൻ അനുമതിയുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. എന്നാൽ ആ കാക്കയിലൂടെ മാത്രം നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ട്, നമുക്ക് വേണ്ടി പടക്കപ്പെട്ടതാണത്. ഒരുപാട് പാഠങ്ങളുള്ള ജീവിയാണ്. മനുഷ്യനെ വലിയ പാഠം പഠിപ്പിച്ച ജീവിയുമാണ് കാക്ക. ഒരു പ്രദേശത്ത് കാക്കയുടെ സാന്നിധ്യത്തെക്കുറിച്ച് പഠനം നടത്തിയപ്പോൾ എന്താ തെളിഞ്ഞത്? ഒരു നാട്ടിൽ എങ്ങനെയാണോ കാക്കയുടെ സാന്നിധ്യം, അതിന്റെ എണ്ണം ആ നാട്ടിലെ ജനങ്ങൾക്ക് ആനുപാതികമായിട്ടായിരിക്കും അത്ര ഉണ്ടാകുക. ജനങ്ങൾ എത്ര ഉണ്ട് അതിനനുസരിച്ച് കാക്കകൾ ഉണ്ടാവും അവിടെ. അതെന്തിനാ? ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ ഒരുപാട് ജോലിയുണ്ട് കാക്കകൾക്ക്. അപ്പൊ ആള് കൂടുന്നതിനനുസരിച്ച് കാക്ക കൂടണം. അവരെ സേവനം എന്താ നമുക്ക് പറയാം. അതുപോലെ വേറെ ഒരുപാട് അനുഗ്രഹം നമുക്ക് തരും കാക്ക. ഒരു നാട്ടിൽ സാധാരണ കണ്ട് പരിചയമില്ലാത്ത ഒരു ജീവി ഇറങ്ങിയാൽ, ഉദാഹരണത്തിന് കാസർകോട്ട് ഒരു പുലി ഇറങ്ങിയാൽ ആ വിവരം ആദ്യം നാട്ടുകാരെ അറിയിക്കാൻ ആരുണ്ടാവും? കാക്ക ഉണ്ടാവും. അവര് വയ്യലെ കൂടിയിട്ട് കാ 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 എന്ന് പറയുന്നെങ്കിൽ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. പുലിയോ സിംഹോ ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും, എന്തെങ്കിലും ഒരു പുതിയ ജീവി. അതിറങ്ങിയാൽ കാക്കകൾ ബഹളം വെക്കും. ഇതേ സമയത്ത് വലിയ അലച്ചയുള്ള ജീവിയാണ് കാക്ക. വെറുതെ കിട്ടിയ സിമന്റും മൂപ്പര് തിന്നും. എന്നാൽ ഒരു സ്വഭാവമുണ്ട്, അധികം ഭക്ഷണം കണ്ടാൽ സാമൂഹ്യ ബോധം അപ്പ ഉദിക്കും കാക്കകൾക്ക്. പ്രത്യേകമായ സ്വരത്തിൽ ആ പ്രദേശത്തുള്ള മുഴുവൻ കാക്കകളെയും ആ കല്യാണ വീട്ടിലേക്ക് വിളിക്കുന്നത് ആദ്യം കണ്ട കാക്കയാണ്. അതായത് നമ്മളാരും ക്ഷണിച്ചിട്ടല്ലല്ലോ കാക്ക കല്യാണത്തിന് വരില്ല, അത് കാക്ക എന്നെ വിളിക്കുകയാണ്. അധികം ഭക്ഷണം ഉണ്ടായ സ്വന്തം തിന്നാ തീരൂല എന്ന് കണ്ടാൽ പിന്നെ അവിടെ മനുഷ്യന്മാരെ മാതിരി എന്നാലും കിടക്കട്ടെ എന്റെ ബാങ്കിൽ എന്ന് പറഞ്ഞിട്ട് നിൽക്കൂല, അത് എല്ലാവർക്കും കൂടി കൊടുക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ശത്രുക്കളെ നേരിടുന്നതിൽ നല്ല ഐക്യബോധമുണ്ടാകും കാക്കകൾക്ക്. ഏതെങ്കിലും ശത്രു വന്നാൽ ഒന്നിച്ചു നിന്ന് പൊരുതുന്ന ശീലമാണ് കാക്കകൾക്കുള്ളത്.
വേറെ പല ജീവികൾക്കും അതില്ല. കാട്ടിലുണ്ടല്ലോ വലിയ കാട്ടുപോത്തുകൾ ഉണ്ടാവും, മറ്റു പലതും ഉണ്ടാവും. ഒരു സിംഹം വന്ന് ഒന്നിനെ പിടിച്ചാൽ ബാക്കിയുള്ളവരോട് എന്നല്ലാതെ അതിനെ രക്ഷിക്കാൻ ആരും കൂടിക്കൊടുക്കൂല. കാക്കകൾ അങ്ങനെയല്ല, അവരെ തൊട്ടാൽ ഒന്നിച്ചിരുന്ന് പോരാടുകയാണ്. ഇത് അവരുടെ ഐക്യബോധമാണ്. എന്നാൽ കാക്കകളുടെ ഏറ്റവും വലിയ സേവനം എവിടെയാ മനുഷ്യന് കിട്ടുന്നത്? രാവിലെ നിങ്ങൾ നോക്ക്, നമ്മൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കും കാക്ക. നമ്മളെ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലെ ജീവനക്കാർ അവര് എഴുന്നേറ്റ് ഇവിടെ വരൽ എത്ര മണിക്കാ? 8 മണിക്കാണ് ഡ്യൂട്ടിയെങ്കിലും 9 മണിയാകുമ്പോഴേക്കൊക്കെ എത്തും എല്ലാവരും. കാക്കയോ അവര് വരുന്നതിന് മുമ്പ് എല്ലാ വേസ്റ്റുകളും വൃത്തിയാക്കുകയാണ്. ഇത്ര നേരത്തെ എന്തിനാണ് കാക്ക എഴുന്നേൽക്കുന്നത്? നിങ്ങൾക്കറിയോ, രാത്രി സമയത്ത് നാഷണൽ ഹൈവേയിലൂടെ നമ്മൾ ഇതാ വാഹനം ഓടിച്ചു പോകുന്നു. നമ്മുടെ വാഹനം തട്ടി പൂച്ച ചതഞ്ഞരിഞ്ഞ് ചത്തിട്ടുണ്ട്, പട്ടിയതാ അങ്ങാടിയുടെ നടുവിൽ ചതഞ്ഞരിഞ്ഞിട്ടുണ്ട്, പെരിച്ചായും എലിയുമൊക്കെ ചത്ത് കിടക്കുന്നുണ്ട്. അതിനെ കൊല്ലുന്ന മനുഷ്യൻ തിരിഞ്ഞ് കളയുകയാണ്, അതിനെ സംസ്കരിക്കാൻ തയ്യാറാകുന്നില്ല. ഇതല്ലേ മനുഷ്യന്റെ സ്വഭാവം? എന്നാൽ ഇങ്ങനെ നമ്മൾ രാത്രിയിൽ കൊന്ന് റോട്ടിൽ അരച്ചുകൊണ്ട് കടന്നുപോയ ആ അവശിഷ്ടങ്ങളെ നമ്മൾ നേരം വെളുത്ത് റോട്ടിലിറങ്ങുന്നതിന് മുമ്പ് വൃത്തിയാക്കാനാണ് കാക്കളകൾ അതികാലത്തു തന്നെ വീട് വിട്ടിറങ്ങുന്നത്. അങ്ങനെ മുനിസിപ്പൽ ജീവനക്കാരെക്കാൾ ശമ്പളം പറ്റാതെ സേവനം ചെയ്യുന്ന വലിയ ഒരനുഗ്രഹം തരുന്ന ജീവിയാണ് കാക്ക. പക്ഷെ അവർക്ക് വൃത്തിയാക്കേണ്ടത് എങ്ങനെയെന്ന് അറിയാത്തതുകൊണ്ട് ചിലപ്പം കിണറിൽ കൊണ്ടിടും, ചിലപ്പോൾ പള്ളിയിൽ കൊണ്ടിടും, പല സ്ഥലത്തും കൊണ്ടിടും. അതുകൊണ്ട് ഹറമിൽ നിങ്ങൾ വരരുത് എന്ന് നബി സുല്ലല്ലാഹു അവരോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ആധിക്യത്തിനനുസരിച്ച് കാക്ക കൂടും എന്നതാണ് പക്ഷിശാസ്ത്രമെങ്കിൽ ഹറമിൽ ഇത്രയും ആൾ കൂടിയാലും കാക്കകൾ നമ്മൾ അവിടെ കാണാറില്ല. ഈ നിരോധനം അറിഞ്ഞതിന്റെ ഭാഗമെന്നോണം അവരാ പ്രദേശത്തേക്ക് വരുന്നില്ല, ശല്യം ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ നോക്കൂ, ഈ കാക്കയാണ് മനുഷ്യന് മാലിന്യം എങ്ങനെ സംസ്കരിക്കണമെന്ന് ആദ്യമായി പഠിപ്പിച്ചു തന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, സയ്യിദുനാ അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആദ്യത്തെ 2 മക്കളാണ് ഹാബീലും കാബീലും. ഹാബീലും കാബീലും എന്ന് പറയുമ്പം ആദ്യം പറയുന്ന പേരാണ് നല്ല മനുഷ്യന്റേത്. ഹാബീൽ നല്ല മാന്യനായ മനുഷ്യൻ, കാബീൽ അസൂയ ഉള്ള മനുഷ്യൻ. കാബീലിന് ഹാബീലിനോട് അസൂയയായി, അത് കൊലപാതകത്തിൽ അവസാനിക്കുന്നു. ആദ്യമായി ഭൂമിയിൽ ഒരു മനുഷ്യൻ മരിക്കുന്നത് അത് കൊലപാതകത്തിലൂടെയാണ്. അത് വലിയൊരു തിന്മയാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഈ തിന്മക്ക് തുടക്കം കുറിച്ചതിന്റെ പേരിൽ ലോകത്ത് എവിടെ ഒരു മനുഷ്യൻ കൊല്ലപ്പെടുന്നുവോ അതിന് മാതൃക കാണിച്ച കാബീലിന് ആ ശിക്ഷയുടെ ഒരു അംശം ലഭിക്കുകയാണ്. അള്ളാഹു അത്തരം തിന്മകളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ കാബീലാകെ പേടിച്ചരണ്ടു. ഇതിനു മുമ്പൊരു മനുഷ്യൻ മരിച്ച രംഗം കണ്ടിട്ടില്ല. മരിച്ച മനുഷ്യനെ എങ്ങനെ സംസ്കരിക്കണമെന്നറിയില്ല. ദിവസങ്ങളോളം സ്വന്തം സഹോദരന്റെ ശരീരം അതും പേറിയിട്ട് നടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോഴാണ് ഒരു ദുർബല നിമിഷത്തിൽ സഹോദരനെ കൊന്നുകളഞ്ഞു. അതിന്റെ പേരിൽ വല്ലാതെ സങ്കടമായി, എന്തു ചെയ്യുമെന്നറിയില്ല. അങ്ങനെ അല്ലാഹു ഒരു കാക്കയെ നിയോഗിക്കുകയാണ്. യബ്ഹസു ഫിൽ അർളി. ആ കാക്ക എന്താണ് ചെയ്യുന്നത്? കാബീലിന്റെ മുമ്പിൽ വന്ന് ഭൂമിയിൽ ഒരു കുഴിയുണ്ടാക്കുന്നു. ചത്തുകിടക്കുന്ന മറ്റൊരു കാക്ക, അല്ലെങ്കിൽ ഈ കാക്ക കൊന്ന വേറെ ഒരു കാക്ക, കാബീൽ ചെയ്തതുപോലെ തന്നെ കൊന്നുകളഞ്ഞ കാക്ക, ആ കാക്കയെ അതാ ആ കുഴിയിലേക്ക് വലിച്ചിടുകയാണ്. എന്നിട്ട് കാലുകൊണ്ട് മണ്ണ് മൂടുകയാണ്. ലിയുരിയഹു കൈഫ യുവാരി സൗഅത അഖീ. തന്റെ സഹോദരന്റെ ജഡം എങ്ങനെ സംസ്കരിക്കണമെന്ന് കാണിക്കുന്നത് കാക്കയാണെന്ന് അല്ലാഹു പറയുന്നു. അങ്ങനെ കാലയാ വൈലത അഅജസ്തു അൻ അകൂന മിസ്ല ഹാദൽ ഖുറാബ്. കാബീൽ സങ്കടത്തോടെ ചോദിച്ചു പോകുകയാണ്, എന്റെ നാശമേ, ഈ കാക്കയുടെ വിവേകം പോലും എനിക്കില്ലാതെ പോയല്ലോ. അനുജനെ കൊന്നിട്ട് എങ്ങനെയാണ് മറമാടേണ്ടതെന്നറിയില്ല. അതിന്റെ വിവരമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരന്റെ ജഡമെനിക്ക് സംസ്കരിക്കാമായിരുന്നല്ലോ. അതുകൊണ്ട് അല്ലാഹു നമുക്ക് ഭൂമിയിൽ എല്ലാ ജീവികളെയും ഇവിടെ വിന്യസിച്ചത്
നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ്. അതാണ് വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബ്ബ, എല്ലാ തരത്തിലുമുള്ള ജീവികൾ അള്ളാഹു ഭൂമിയിൽ സംവിധാനിച്ചു. ഇത് മനുഷ്യർക്ക് വേണ്ടിയാണ്. അതിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളണം. ഒരിക്കലും വീട്ടിൽ നിന്ന് നമ്മൾ ഉപേക്ഷിക്കുന്ന വേസ്റ്റ് എന്റെ പറമ്പിൽ നിന്നങ്ങ് പോകട്ടെ എന്ന് കരുതി ഒരിക്കലും നാഷണൽ ഹൈവേയുടെ ചാരത്ത് കൊണ്ടിടരുത്. മദ്രസയിലും സ്കൂളിലും പോകുന്ന കുട്ടികൾക്ക് ബാഗിന്റെ പുറമെ വേറെ ഒരു കിറ്റ് കൂടി കൊടുക്കുന്ന ഉമ്മമാരുണ്ട്. ഇത് നഗരത്തിന്റെ സ്ഥിരം സ്വഭാവമാണ്. ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല. അതാത് വീട്ടിലുണ്ടാകുന്ന മാലിന്യങ്ങൾ അവരെ പറമ്പിൽ തന്നെ കമ്പോസ്റ്റ് കുഴിയുണ്ടാക്കി അവിടെ സംസ്കരിക്കണം. ഇതാണ് ഖുർആൻ കാക്കയിലൂടെ നമുക്ക് തന്ന പാഠം. ഇത് മറ്റുള്ളവർക്ക് ശല്യമാകുന്ന വിധത്തിൽ തെരുവിലേക്ക് വലിച്ചെറിയിടുന്ന സ്വഭാവം നമുക്കുണ്ടാകാൻ പാടില്ല. തുടർന്ന് അല്ലാഹു തആല ചെയ്ത അനുഗ്രഹങ്ങളെ അവൻ വിശദീകരിക്കുന്നു. വഅൻസൽനാ മിനസ് സമാഇ മാആ, നമ്മൾ മേഘത്തിൽ നിന്ന് നിങ്ങൾക്ക് വെള്ളമിറക്കി തരുന്നു. എന്തൊരത്ഭുതമാണ്. നമ്മൾ മഴയെക്കുറിച്ച് ചിന്തിക്കാറുള്ളത് നമ്മൾ കുട എടുത്തിട്ടില്ലെങ്കിലാ. കുടയെടുക്കാത്ത സമയത്ത് മഴ പെയ്താൽ ഒരെടങ്ങേറിന്റെ മഴ അല്ലേ? അതേ സമയത്ത് നമ്മൾ വീടിന് വാർപ്പ് നടത്തി, ഇനി വെള്ളം നനക്കേണ്ട സമയമാണ്. ആ സമയത്ത് നല്ലൊരു മഴ ചെയ്താലോ, അള്ളാന്റെ അനുഗ്രഹം, ഞമ്മക്കിപ്പം നല്ല ഒരാദായം കിട്ടി, മോട്ടർ വെച്ച് വെള്ളടിക്കണ്ട, നല്ല മഴ കിട്ടി. ഇതുപോലെ നമ്മളെങ്ങാനും വീട് പൊളിച്ചിട്ട സമയത്താണോ മഴ പെയ്യുന്നത്, അപ്പോൾ നമ്മൾ ചിന്തിക്കും ഇപ്പം മഴ പെയ്യരുത്, പെയ്താൽ അത് ബുദ്ധിമുട്ടിന്റെ മഴ. ഈ ചിന്തയല്ല അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ കാരണമാകണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ, നമുക്കെങ്ങനെയാണ് വെള്ളം കിട്ടുന്നത്? ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ അളവിലാണോ വെള്ളം വരുന്നത്? അല്ല. സൗദിയിലുള്ള നിങ്ങളെ കൂട്ടുകാരെ വിളിച്ചു ചോദിക്കൂ, അവിടെ മഴയുണ്ടോ? എന്തായിരിക്കും അവരെ മറുപടി? നിങ്ങളെ നാട്ടിൽ 6 മാസം മഴ പെയ്യുന്നത് പോലെ ഇവിടെ മഴ പെയ്യാറില്ല, കൊല്ലത്തിൽ 1 or 2 മഴ. എന്താണ് അങ്ങനെ പെയ്യാൻ കാരണം? അവിടെയുള്ള ആളുകൾ വെള്ളം കുടിക്കാത്തത് കൊണ്ടാണോ? അല്ല, നമ്മളെക്കാൾ ചൂടുള്ളത് കൊണ്ട് നമ്മേക്കാൾ കൂടുതൽ വെള്ളം അവർ കുടിക്കുന്നു. പിന്നെ എന്തുകൊണ്ട് മഴ പെയ്യുന്നില്ല? അവിടുത്തെ ഭൂപ്രകൃതി അതാണ്. ഗന്ധകം എന്ന് പറയുന്ന ഘടകത്തിന്റെ അമിത സാന്നിധ്യം സൗദിയുടെ പല മണ്ണിലും ഉള്ളതുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം അവിടെ ഒഴിച്ചാൽ ആ വെള്ളത്തെ കുടിക്കാൻ ഭൂമി കൂട്ടാക്കുകയില്ല. അത് സൂര്യതാപം കൊണ്ട് ബാഷ്പീകരിക്കപ്പെടണം. ഇവിടത്തെ ഭൂമി നമ്മളെപ്പോലെ എത്ര കിട്ടിയാലും കുടിക്കുന്ന ഭൂമിയാണ്. അതുകൊണ്ട് ഇവിടെ 6 മാസം മഴ പെയ്താലും പ്രശ്നമല്ല, അവിടെ പ്രശ്നമാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? ഈ മേഘക്കീറുകൾക്ക് ബുദ്ധിയുണ്ടോ? സൗദിയുടെ ഭൂമിയിൽ ഞാൻ പെയ്തിറങ്ങിയാൽ ആ നാടിന്റെ തകർച്ചക്കത് കാരണമാകുമെന്ന് ചിന്തിക്കാൻ ഈ മേഘത്തിന് വിശേഷ ബുദ്ധിയുണ്ടോ? കേരളത്തിൽ ഞാൻ പെയ്തിറങ്ങുന്നത് അത് അനുഗ്രഹമാണെന്ന് ആലോചിക്കാൻ ഈ മേഘത്തിന് ബുദ്ധിയുണ്ടോ, വിവേകമുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ആരാണ് ഓരോ ഭൂമിക്കും ആവശ്യമായ അളവനുസരിച്ച് മഴയെ നിയന്ത്രിക്കുന്നത്? അവിടെയാണ് അല്ലാഹു പറയുന്നത്, വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ബിഖദർ. ഓരോ ഭൂമിക്കും താങ്ങാവുന്ന അളവനുസരിച്ച് വെള്ളമിറക്കുന്നവൻ ഞാനാണ്. ആ വെള്ളം കുടിച്ചല്ലേ നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ആഹാരമായി ഉപയോഗിക്കുന്ന മുഴുവനും ഈ വെള്ളത്തിലൂടെയല്ലേ ഉണ്ടായത്. അള്ളാഹു പിന്നീട് അതാണ് പറയുന്നത്, ഫഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം. ആ മഴവെള്ളത്തിലൂടെ ഭൂമിയിൽ എല്ലാ നല്ല ഇനങ്ങളിൽപ്പെട്ട വൃക്ഷങ്ങളും സസ്യലതാദികളും നാം ഇതാ സംവിധാനിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ മുഖ്യാഹാരമായി ഉപയോഗിക്കുന്ന ധാന്യങ്ങളുണ്ട്, അതുപോലെ പച്ചക്കറിയായി ഉപയോഗിക്കുന്ന വസ്തുക്കളുണ്ട്, നല്ല പഴം പറിച്ചെടുക്കുന്ന മരങ്ങളുണ്ട്, ഉരുപ്പടി നിർമ്മിക്കുന്ന മരങ്ങളുണ്ട്, സുഗന്ധത്തിനുപയോഗിക്കുന്ന വൃക്ഷങ്ങളുണ്ട്, ഔഷധ വീര്യമുള്ള ചെടികളുണ്ട്. എല്ലാം കുടിക്കുന്നത് ഒരേ വെള്ളം. എന്നാൽ പല മരങ്ങളും തരുന്ന ഫലങ്ങൾ വൈവിധ്യമാർന്ന രുചിയാണ്. സുബ്ഹാന ജല്ല ജലാലു. എന്തൊരത്ഭുതമാണ് ഭൂമിയിൽ കാണുന്നത്. ഇങ്ങനെ സർവശക്തനായ അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് പ്രിയമുള്ളവരെ, ആ പടച്ചറബ് ചെയ്ത അനുഗ്രഹത്തിന് നന്ദി കാണിക്കാനുള്ള ഒരു ബോധം അതൊരാളെ മനസ്സിലുണ്ടാകുക എന്ന് പറയുന്നത് അല്ലാഹു തരുന്ന വലിയൊരു തൗഫീഖാണ്. ഹിക്മത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതായതുകൊണ്ടാണ്
വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മത അനിഷ്കുർ ലില്ലാഹ്. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിന് നാം ഹിക്മത്ത് നൽകി, അഥവാ നന്ദിബോധം നൽകി. അങ്ങനെ നന്ദിബോധമുള്ള അടിമയായി ലുഖ്മാനുൽ അലൈഹിസ്സലാം മാറിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒന്നാമത്തെ പാഠവും അതാണ്. അള്ളാഹുവോട് കൂടുതൽ നന്ദി ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. നന്ദിയെ സംബന്ധിച്ച് മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി 3 രൂപം പറയുന്നുണ്ട് നന്ദി പ്രകടിപ്പിക്കുന്നതിന്. ഒന്നാമത്തത് ഒരു ഉദാഹരണത്തിലൂടെ അദ്ദേഹം പഠിപ്പിച്ചു തരികയാണ്. ഒരു രാജാവ് ഒരാൾക്ക് നല്ല ഒരു വാഹനം കൊടുത്തു. അതൊരു നിയമത്താണ്, ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം കിട്ടുമ്പോൾ ആ മനുഷ്യന്, ആ പ്രജയുടെ മനസ്സിൽ 3 തരത്തിലുള്ള വികാരങ്ങൾ ഉണ്ടാവും. ഒന്നാമത്തെ ചിന്ത എന്താ? എനിക്കൊരു വണ്ടി കിട്ടിയല്ലോ എന്നാണ്. എന്നിട്ട് അയാൾ ആ വണ്ടി എടുത്തിട്ട് എല്ലാ സ്ഥലത്തും കറങ്ങാം. അയാൾ സന്തോഷിക്കുന്ന എന്തിന്റെ പേരിലാ? ഒരു വാഹനം കിട്ടി എന്നതിലാണ് അയാളെ സന്തോഷം. എന്നാൽ മറ്റ് ചില ആളുകൾക്ക് രാജാവ് വാഹനം കൊടുക്കുമ്പോൾ എന്തിലാ സന്തോഷം ഉണ്ടാകുക? ഒരു വണ്ടി കിട്ടി എന്നല്ല, രാജാവ് എനിക്കൊരു വണ്ടി തന്നല്ലോ, അപ്പൊ രാജാവ് എന്നെ പരിഗണിച്ചു. ഇതാണ് അയാളെ സന്തോഷിപ്പിക്കുക. കിട്ടിയത് ഇനി വണ്ടി വേണ്ട, ഒരു കത്താവട്ടെ രാജാവിന്റെ. അല്ല, രാജാവ് ഇങ്ങനെ വണ്ടി പോകുമ്പോൾ ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ ആക്കിയാൽ മതി. ആ രാജാവ് എന്നോട് സംസാരിച്ചു എന്ന് നമ്മൾ പറയും. ഇങ്ങനെ ആക്കുമ്പോഴേക്ക് സംസാരിച്ചു എന്ന് പറയും. അത്രയും സന്തോഷമാണ്. ഇപ്പൊ രാജാവ് നമ്മെ പരിഗണിച്ചു എന്നതാണ് രണ്ടാമത്തെ സന്തോഷം. മൂന്നാമതൊരു സന്തോഷമുള്ളതെന്താ? രാജാവ് എനിക്ക് വാഹനം തന്നല്ലോ, എന്നെ പരിഗണിച്ചത് കൊണ്ട് ഇനി ഈ വാഹനത്തിന്റെ കഴിവും ശേഷിയും പരമാവധി ഉപയോഗിച്ച് രാജാവിന് വേണ്ടി ഞാൻ കൂടുതൽ സേവനം ചെയ്യും. ഇങ്ങനെ ബോധമുണ്ടാകുന്ന അവസ്ഥയുണ്ടാകും. ഇതിൽ ആദ്യം പറഞ്ഞതൊഴിച്ച് രണ്ടാമത്തെയും മൂന്നാമത്തെയും ബോധം നല്ല ബോധമാണ്. രാജാവ് എന്നെ പരിഗണിച്ചു എന്നതൊരു നല്ല ബോധമാണ്. എന്നാൽ അതിനേക്കാളും മുന്തിയ ബോധമേതാ? ഈ തന്ന അനുഗ്രഹം ഉപയോഗിച്ച് ഇനി ഞാൻ കൂടുതൽ രാജാവിന് സേവനം ചെയ്യുമെന്ന ചിന്ത. അതാണ് ആരോഗ്യമെന്ന അനുഗ്രഹം അള്ളാഹു നമുക്ക് തന്നാൽ ആ അനുഗ്രഹം ഉപയോഗിച്ച് ഞാൻ കൂടുതൽ അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിക്കും. പണം എന്ന അനുഗ്രഹം തന്നാൽ അതുപയോഗിച്ച് ഞാൻ അള്ളാഹിന്റെ പൊരുത്തം നേടും. അധികാരം എന്ന അനുഗ്രഹം തന്നാൽ അത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി പരമാവധി ഞാൻ ചെലവ് ചെയ്യും. ഇങ്ങനെയാണ് നന്ദിബോധമുണ്ടാകേണ്ടതെന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. നോക്കൂ, നിങ്ങൾ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തുമാത്രം നന്ദിബോധമുള്ള വ്യക്തിത്വമായിരുന്നു. സയ്യിദുനാ അത്താ റളിയല്ലാഹു അൻഹു പറയുന്നു, ദഖൽതു അലാ ആയിഷ റളിയല്ലാഹു അൻഹാ, പുന്നാര നബി തങ്ങളുടെ ഭാര്യ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ സമീപത്തേക്ക് ഞാൻ കടന്നു ചെന്നു. ഫഖുൽതു, ഞാൻ അവരോട് പറഞ്ഞു, അഖ്ബിരീനാ ബിഅജബ മാ റഅയ്തു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമ്മ, പുന്നാര നബിയിൽ നിന്ന് നിങ്ങൾ കണ്ട ഏറ്റവും അത്ഭുതകരമായ ഒരു സംഭവം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുമോ? ബീവി പറയുന്നു, ഫബഖത്, മഹദി അതായത് കേട്ടപ്പോഴേക്ക് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് അവർ ചോദിക്കുന്നു, വഅയ്യു ശഅനിഹി ലം യകുൻ അജബാ, പ്രവാചകന്റെ കാര്യത്തിൽ നിന്ന് അത്ഭുതമല്ലാത്തത് എന്താണുള്ളത്? ഒന്നു ഞാൻ പറയാം. അതാനി ലൈലതൻ ഫദഖല മഈ ഫീ ഫിറാശി ഹത്താ മസ്സ ജിൽദി ജിൽദഹു, ഒരു രാത്രി പ്രവാചകൻ എന്റെ റൂമിലേക്ക് കടന്നു വന്നു. അവിടുന്ന് എന്നോടൊപ്പം കിടന്നു. എന്റെ ചർമ്മവും അവിടുത്തെ ശരീരവും തമ്മിൽ തൊട്ടു. സുമ്മകാല എന്ന് പറഞ്ഞാൽ ഒന്നങ്ങ് സ്പർശിച്ചിട്ടേയുള്ളൂ. അപ്പോഴേക്ക് അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറയുന്നു, യബ്നത അബീബക്കർ ദരീനി അതഅബ്ബദു ലിറബ്ബി, അബൂബക്കറിന്റെ മകളെ, എന്നെ ഒന്ന് വിടൂ, ഞാൻ എന്റെ റബ്ബിന് ഇബാദത്ത് ചെയ്യട്ടെ. ഖുൽതു, അത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഇന്നി ഉഹിബ്ബു ഖുർബക യാ റസൂലല്ലാഹ്, നബിയെ, അവിടുത്തെ സാന്നിധ്യം എനിക്ക് വല്ലാത്ത സന്തോഷം തരുന്നുണ്ട്. ലാക്കിന്നി ഊസിറു ഹവാക, എങ്കിലും അവിടുത്തെ താല്പര്യത്തിന് ഞാൻ മുൻഗണന നൽകുന്നു. അവിടുന്ന് പോയി ഇബാദത്ത് ചെയ്തോളൂ. ഞാൻ സമ്മതം കൊടുത്തു. റസൂലുള്ളാഹി തങ്ങൾ പെട്ടെന്ന് വുളൂ ചെയ്തുകൊണ്ടതാ അവിടുന്ന് നിസ്കരിക്കാൻ നിൽക്കുകയാണ്. കൈകെട്ടേണ്ട താമസം ഫബക്കാ, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് പുന്നാര നബി കരയുന്നു. ഹത്താ സാലത്തു ദുമൂഹു
അലാ സ്വദിരിഹി, അക്ഷരാർത്ഥത്തിൽ അവിടുത്തെ കണ്ണിൽ നിന്നു കണ്ണുനീരതാ നെഞ്ചിലൂടെ ചാലിട്ടൊഴുകുകയാണ്. സുമ്മ റകഅ ഫബക സുമ്മ സജദ ഫബക സുമ്മ റഫഅ റഅസഹു ഫബക. റുകൂയിൽ കരയുന്നു, സുജൂദിൽ കരയുന്നു, ഇത്തിദാലിൽ കരയുന്നു, ഇരുത്തത്തിൽ കരയുന്നു. അങ്ങനെ കരഞ്ഞ് കരഞ്ഞതാ നിസ്കാരം തുടരുന്നു. ഏതുവരെ? ഹത്താ ജാഅ ബിലാലുൻ ഫആദനഹു ബിസ്സലാ. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിന്റെ ബാങ്ക് വിളിക്കുന്നത് വരെ പാതിരക്ക് എഴുന്നേറ്റ് കരയാൻ തുടങ്ങിയ നബി നിസ്കാരത്തിലായി നിന്ന് കരയുകയാണ്. അങ്ങനെ പള്ളിയിൽ നിന്ന് ജമാഅത്തിന് പോകാനായപ്പം നിസ്കാരം നിർത്തിയപ്പോ ഞാൻ നബിയോട് ചോദിച്ചു, മാ യുബ്കീക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ അവിടുന്ന് എന്തിനാണ് കരയുന്നത്? വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. ഒരു പാപവും ഇല്ലാത്ത വിധത്തിൽ അല്ലാഹു അവിടുത്തെ സംരക്ഷിച്ചിട്ടില്ലേ? പിന്നെ എന്തിനാണ് അങ്ങ് ഇങ്ങനെയൊക്കെ കരഞ്ഞ് പ്രയാസപ്പെട്ടുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇബാദത്ത് ചെയ്യേണ്ടതുണ്ടോ? ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ആയിഷ അഫലാ കൂന അബ്ദൻ ശകൂറാ, ഞാൻ നന്ദിബോധമുള്ള അടിമയാവണ്ടേ ആയിഷ? പുന്നാര റസൂലുള്ളാഹി തങ്ങൾക്ക് അല്ലാഹുവോടുള്ള നന്ദിബോധമായിരുന്നു ഇത്. അവിടുന്ന് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കും. പാതിര നേരത്തെ എഴുന്നേറ്റ് ആകാശത്തേക്ക് നോക്കി അവിടുന്ന് പറയും, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാത്തിൽ ലിഉലിൽ അൽബാബ്. ആകാശത്തെ ഇவ்விதം സംവിധാനിച്ചതിലും ഭൂമിയുടെ ഘടനയിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലുമെല്ലാം ബുദ്ധിയുള്ള ആളുകൾക്ക് അല്ലാഹുവിനെ കുറിച്ച് ബോധം വരാൻ ആവശ്യമായ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നർത്ഥം വരുന്ന ആയത്തോതിയിട്ടാണ് പുന്നാര നബി കരയാൻ തുടങ്ങുന്നത്. അള്ളാന്റെ അനുഗ്രഹങ്ങളെ ഓർത്ത് കരയാനുള്ള മനസ്സ് ഇത് ചില്ലറ മനസ്സല്ല. അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുള്ളത്, നാളെ അർശിന്റെ നീൽ അല്ലാഹു കൊടുക്കുന്നവരിൽ ഒരു വിഭാഗം ആരാണ്? അയാളതാ അദ്ദേഹം ഒറ്റക്കിരുന്നു കൊണ്ട് പടച്ചവനെ ഓർത്തുകൊണ്ട് കണ്ണിൽ നിന്നൊരിച്ച് കണ്ണുനീരൊടുക്കിയിട്ടുണ്ടോ? അവനെ അല്ലാഹു മഹ്ശറയിൽ ആദരിക്കുകയാണ്, അർശിന്റെ നീൽ നൽകിയിട്ട് ബഹുമാനിക്കുകയാണ്. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഇങ്ങനെ ഇബാദത്തുകളിലൂടെ നന്ദിബോധം പ്രകടിപ്പിക്കണം, ആരാധനകളിലൂടെ നന്ദിബോധമുണ്ട്. ഇതേ ക്രമത്തിൽ തന്നെ അല്ലാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ അതിനെ എടുത്തു പറയുകയും അനുസ്മരിക്കുകയും ചെയ്യുക എന്നത് നന്ദിബോധത്തിന്റെ ഭാഗമാണ്. ഒരാള് നമ്മളെ സമീപിച്ചു, എന്നിട്ട് അയാൾ ചോദിക്കാണ്, എന്തല്ല നിങ്ങളെ വിശേഷങ്ങള്? അങ്ങനെയായിട്ട് പോകണ്, വലിയ സുഖമൊന്നുമില്ല, മുട്ടുംകാലിന് നല്ല വേദനയാണ്, ഷുഗറും കുറവില്ല, പ്രഷർ ഇപ്പം ഇങ്ങനെ ഇടക്കിടക്ക് കൂടുകയാണ്. ഇതല്ലേ സാധാരണ നമ്മളോട് വിശേഷം ചോദിച്ചാൽ നമ്മൾ മറുപടി പറയാ? മുഅ്മിനീങ്ങളെ, ഇനിമേലിൽ ആര് നമ്മളോട് എന്തുണ്ട് വിശേഷം, എന്തൊക്കെയാണ് വർത്തമാനം എന്ന് ചോദിച്ചാൽ ആദ്യം നമ്മളെ വാക്കുകൊണ്ട് നാവുകൊണ്ട് പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ്? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇതാണ് നന്ദി. നമ്മൾ എങ്ങനെയാ ചിന്തിക്കേണ്ടത്? നമുക്ക് മുട്ടുവേദന ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം, ഷുഗർ കുറഞ്ഞിട്ടുണ്ട് എന്നല്ല. പിന്നെയോ മറ്റുള്ളവരെ ഒന്ന് അപേക്ഷിച്ച് നോക്കുക. മുട്ടുവേദന കൊണ്ട് എഴുന്നേൽക്കാൻ കഴിയാത്തവരില്ലേ? നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. താഴോട്ട് നോക്കുക, ഇതുപോലെ ജീവച്ഛവമായി കിടക്കുന്ന എത്ര ആളുകളുണ്ട്. അങ്ങനെയുള്ള രോഗം തന്ന അല്ലാഹു എന്നെ വീഴ്ത്തിയിട്ടില്ലല്ലോ. നമ്മൾ താഴേക്ക് നോക്കുക. അങ്ങനെ നോക്കിയിട്ട് നമ്മൾ അൽഹംദുലില്ലാഹ്, വിശേഷം ആര് ചോദിച്ചാലും ആദ്യത്തെ മറുപടി അൽഹംദുലില്ലാഹ്. നിങ്ങൾ നോക്കൂ, ഇത് വലിയൊരു അനുഗ്രഹമാണ്. ഈ വാക്ക് പറയാൻ നമുക്ക് കഴിയണം. ഇങ്ങനെ പറഞ്ഞാൽ എന്താണ് നേട്ടം? അല്ലാഹു പറഞ്ഞു, ലൈൻ ശക്കർത്തും ലഅസീദന്നകും. നിങ്ങൾക്ക് തരുന്ന അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിച്ചാൽ നാം അത് വർദ്ധിപ്പിച്ചു തരും. ഇപ്പോഴുള്ള ആരോഗ്യത്തിനും സുഖത്തിനും അൽഹംദുലില്ലാഹ് നമ്മളിപ്പം പറഞ്ഞാൽ അത് അല്ലാഹു കൂട്ടിത്തരും. അറബികൾക്ക് എന്താ അല്ലാഹു ഇങ്ങനെ കൊടുക്കണം നിങ്ങൾക്ക് അറിയോ? അനങ്ങിയ അൽഹംദുലില്ലാഹ് അല്ലേ? അറബികളോട് സംസാരിച്ച് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഇതിന് അല്ലാഹു കൊടുക്കുന്ന നിയമത്താ. നമ്മൾ ഇല്ല 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 സുഖമല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഈ അല്ലലും പിരിയും പറയലൊക്കെ ഒന്ന് നിർത്തിയിട്ട് ആര് ഇനിമേൽ നമ്മോട് വിശേഷം ചോദിച്ചാൽ ആദ്യം അൽഹംദുലില്ലാഹ്, എന്നിട്ട് വിശദം പറയുമ്പം വേണമെങ്കിൽ മറ്റുള്ള വിഷയങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം പറയാം.
അല്ലാതെ തന്നെ ഈ അള്ള എന്തെങ്കിലും ഒരു ചെറിയ പരീക്ഷണം തരുമ്പോഴേക്ക് അതിങ്ങനെ പറഞ്ഞു നടക്കരുത്. അത് നന്ദി കെട്ടവന്റെ സ്വഭാവമാണ്. ഡോക്ടറെ എടുത്ത് നമുക്ക് പറയാം, അല്ലാതെ കാണുന്നവരോടൊക്കെ ഈ അസുഖത്തിന്റെ വിവരം പറഞ്ഞെടുക്കുക എന്നുള്ളത് സുഖമുള്ള സംഗതിയല്ല.